സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശാന്തൻപാറയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പള്ളിക്കുന്നിൽ തനിക്കോടിയിൽ ജോൺസനാണ് റിമാൻഡിലായത്. അപകടക്കെണിയായി പെരിയാർ. പെരിയാറിലെ ചതിക്കുഴികൾ കവർന്നെടുത്തത് നിരവധി ജീവനുകൾ. വിനോദസഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കൊമ്പൊടിഞ്ഞാലിൽ 4 അംഗ കുടുംബം വെന്തുമരിച്ചതിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പൊതുപ്രവർത്തകർ. മഴക്കാലം അടുത്തെത്തിയിട്ടും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയില്ല. പൊന്മുടിയിലേക്കുള്ള വഴിയിൽ മൺതിട്ടകൾക്ക് മുകളിൽ നിലം പൊത്താറായി നിരവധി തേക്കുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ശാന്തൻപാറയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. സേനാപതി പള്ളിക്കുന്ന് തനിക്കോടിയിൽ ജോൺസനാണ് റിമാൻഡിലായത്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടു പോയ ഉദ്യോഗസ്ഥരെ വാഹനം കുറുകെയിട്ട് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഇയാൾ. ശാന്തൻപാറ SI സാബു, ഡ്രൈവർ ജിനോ എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. ശാന്തൻപാറ പുത്തടിയിൽ അതിർത്തി തർക്കം നടക്കുന്നുണ്ടെന്നും സംഘർഷാവസ്ഥയാണെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ SIമാരായ രാജ്നാരായണൻ, TV സാബു, ഡ്രൈവർ ജിനോ ജോർജ എന്നിവരടങ്ങുന്ന പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് പോകും വഴിയാണ് പള്ളിക്കുന്ന് സ്വദേശിയായ തനിക്കോടിയിൽ ജോൺസൺ വാഹനം വിലങ്ങി ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. പോലീസ് വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ച ഇയാളുടെ കാറെടുത്തു മാറ്റുവാൻ ആവശ്യപ്പെട്ട് പുറത്തിറങ്ങിയ SI രാജ്നാരായണനെ ഇയാൾ ആദ്യം അസഭ്യം പറഞ്ഞു. ഇതേ തുടർന്ന് പുറത്തിറങ്ങിയ SI സാബുവിന്റെ നടുവിന് ചവിട്ടി വീഴ്ചു. തടയാൻ ശ്രമിച്ച ഡ്രൈവർ ജിനോയുടെ നെഞ്ചിലിടിക്കുകയും ഒപ്പം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയാണ് സ്റ്റേഷനിൽ എത്തിച്ചത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, ശാന്തൻപാറ. അവധിക്കാലം ആഘോഷമാക്കാൻ വിനോദസഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ് പെരിയാർ. ആഴവും വ്യാപ്തിയും പറയാൻ കഴിയാത്ത പെരിയാറിലെ ചതിക്കുഴികൾ നിരവധി ജീവനും കവർന്നിട്ടുണ്ട്. എന്നാൽ ഇതറിയാതെ എത്തുന്ന സഞ്ചാരികൾക്കായി ഒരിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. വേനൽക്കാല അവധി ആരംഭിച്ചതോടുകൂടി മലയോര ഹൈവേ വഴി യാത്ര ചെയ്തെത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും
നിലവിൽ ജലനിരപ്പ് താഴ്ന്ന പെരിയാർ നദിയിലേക്ക് ഇറങ്ങുകയും കുളിച്ചും കളിച്ചും ഉല്ലസിക്കുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ പെരിയാർ നദിയുടെ ആഴമോ ചതിക്കുഴികളോ അറിയാതെ അപകടങ്ങൾ ഉണ്ടാകുന്നതും നിരവധി. കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് ജംഗ്ഷന് സമീപത്ത് പെരിയാർ നദിയിലേക്ക് ഇറങ്ങിയ ഒരുപറ്റം യുവാക്കളെ ഉപ്പുതറ പോലീസ് സബ് ഇൻസ്പെക്ടർ സലീം രാജിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് ബലമായി കയറ്റിവിട്ടത്. മുമ്പ് ആലടിയിൽ പോത്തും കയത്തിൽ കുളിക്കാനിറങ്ങിയ പാലാ സ്വദേശികളായ ഒരുപറ്റം യുവാക്കളിൽ 2 പേർ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉപ്പുതറ കാക്കത്തോട് സ്വദേശിയായ യുവാവ് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങി മരണപ്പെട്ടു. എന്നാൽ ഇത്തരം അപകടക്കെണികളായ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ പെരിയാറിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അപകട മുന്നറിയിപ്പ് സൂചനകളൊന്നും ബോർഡുകളൊന്നും ഇവിടെ വെച്ചിട്ടില്ല. അത് ദൂരസ്ഥലങ്ങളിലൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഈ വെള്ളം കണ്ടിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് അപകടം വർദ്ധിക്കാൻ ഇത് കാരണമായി തീരുന്നുണ്ട്. അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ്. പ്രകൃതി മനോഹാരിത തേടിയെത്തുന്നവരുടെ ജീവനുകൾ പെരിയാറിൽ പൊലിയാതിരിക്കാൻ ജാഗ്രതയോടുകൂടി ഇടപെടണമെന്നും സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം. സിറ്റി വിഷൻ ഉപ്പുതറ. കൊമ്പൊടിഞ്ഞാലിൽ 4 അംഗ കുടുംബം വെന്തുമരിച്ചതിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമാകുന്നു. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും മരണത്തിലെ ദുരൂഹത പൂർണ്ണമായി നീക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു കൊമ്പൊടിഞ്ഞാലിൽ 4 അംഗ കുടുംബത്തെ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭയുടെ മാതാവ് പൊന്നമ്മ, ശുഭയുടെ മക്കളായ അഭിനവ് എന്നിവരായിരുന്നു മരണപ്പെട്ടത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി അഗ്നിക്കിരയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നതായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തത കുറവ് സംഭവിച്ചതായാണ് വിവരം. കുട്ടികളടക്കം 4 പേർ മരണപ്പെട്ട സംഭവത്തിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം സംഭവ ദിവസം മുതൽ വിവിധ കോണുകളിൽ നിന്നും ശക്തമാണ്. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. എന്നാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പടിഞ്ഞാലിൽ താമസിച്ചുകൊണ്ടിരുന്ന പരേതനായ അനീഷ് TP എന്നയാളുടെ കോവിഡ് കാലത്ത് മരണപ്പെട്ടയാളാണ് അവർ. അവരുടെ ഭാര്യയും അവരുടെ മാതാവും 2 കുട്ടികളും വിറകത്തി മരണപ്പെടുകയുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ വൈദ്യുതിയുടെ തരാതരം മൂലമല്ല വിറകത്തിയെന്നാണ് KMCയുടെ ഭാഗത്തുനിന്നും അറിയാൻ സാധിച്ചിരുന്നത്. 3 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് വെള്ളത്തോട്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, ആ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. അവരാണ് അന്വേഷണം തരുന്നത്. അവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീപിടുത്ത കാരണമടക്കം വിവിധങ്ങളായ സംശയങ്ങൾ പൊതുപ്രവർത്തകരും സമീപവാസികളും മുമ്പോട്ട് വയ്ക്കുന്നു. സംഭവശേഷം പോലീസ് സ്ഥലത്തുനിന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു. വിവിധയാളുകളിൽ നിന്നും പോലീസ് മൊഴികളും ശേഖരിച്ചിട്ടുണ്ട്. 4 ജീവനുകൾ കവർന്ന സംഭവത്തിലെ ദുരൂഹത അകറ്റാൻ പോലീസിന്റെ പഴുതടച്ച അന്വേഷണം ഉണ്ടാകണമെന്ന ശക്തം ദിവസം കുറയുന്തോറും ശക്തമാകുകയാണ്. സിറ്റി വിഷൻ അടിമാലി. മഴക്കാലം അടുത്തെത്തിയിട്ടും വഴിയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയില്ല. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള വഴിയരികിൽ മൺതിട്ടകൾക്ക് മുകളിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിൽ നിൽക്കുന്നത് വൻ തേക്ക് മരങ്ങൾ. മൺതിട്ട ഇടിഞ്ഞ് മരങ്ങളുടെ വേര് പൂർണ്ണമായും പുറത്തായ അവസ്ഥയിലാണ്. കഴിഞ്ഞ കാലവർഷത്തിലും ഇവിടെ നിരവധി മരങ്ങൾ കടപുഴകി വീണിരുന്നു. രാജാക്കാട് പൊന്മുടി റൂട്ടിൽ കുളത്തറക്കുഴി ജംഗ്ഷൻ മുതൽ പൊന്മുടി ഡാമാണ്ടയിൽ ടൂറിസം പദ്ധതിക്ക് അടുത്തുവരെയാണ് അപകട ഭീഷണി ഉയർത്തി വൻ തേക്കുമരങ്ങൾ നിൽക്കുന്നത്. മുൻവർഷങ്ങളിലൊക്കെ ശക്തമായ മഴയിലും കാറ്റിലും നിരവധി മരങ്ങൾ കടപുഴകി വീണിരുന്നു. എല്ലാ വർഷവും മഴക്കാലത്തിനു മുമ്പ് ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടാകാറുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. 20 അടിയോളം ഉയരമുള്ള മൺതിട്ടകൾക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങളുടെ അടിഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞുപോയി വേരുകൾ പൂർണ്ണമായും പുറത്താണ്. ചെറിയ കാറ്റ് വീശിയാൽ പോലും ഇവ നിലം പതിക്കും. ദിവസേന വിനോദസഞ്ചാരികളുമായി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റണമെന്നാണ് പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത്.
കാലവർഷം എത്തുന്നതോടുകൂടി നമുക്കറിയാം ഈ വഴിയെ സഞ്ചരിക്കുന്ന നിരവധിയായ യാത്രക്കാർ, വിനോദസഞ്ചാരികൾ ഒത്തിരി സഞ്ചരിക്കുന്ന വഴിയാണിത്. നമുക്ക് ഈ വഴി സൈഡിൽ കൂടെ കാണാൻ പറ്റും അപകടകരമായി നിൽക്കുന്ന തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിന് അടിയന്തരമായി അധികൃതർ ഏറ്റെടുത്ത് ഈ അപകടകരമായി നിൽക്കുന്ന തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ്. തേക്കുമരങ്ങൾ നിൽക്കുന്നത് KSEBയുടെ സ്ഥലത്താണെങ്കിലും മരങ്ങൾ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായി വനം വകുപ്പ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇവ മുറിച്ചു മാറ്റേണ്ടതും വനം വകുപ്പാണ്. മുൻവർഷങ്ങളിലെല്ലാം നാട്ടുകാരും പൊതുപ്രവർത്തകരും മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും വനം വകുപ്പ് മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. മൂന്നാർ ഗുഡാർവിള സ്വദേശിയും ഇപ്പോൾ കുറ്റിയാർവാലിയിൽ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ, ഭാര്യ ജാനകി, മകൾ എന്നിവരാണ് മരണപ്പെട്ടത്. നിക്സന്റെ മറ്റൊരു മകളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാങ്കയത്താണ് വാഹനാപകടം ഉണ്ടായത്. കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ മരത്തിലിടിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. മാങ്കുളം 6 മൈൽ കരിമുണ്ട സിറ്റിയിൽ പുഴയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാമലക്കണ്ടം എളംബ്ലാശ്ശേരി അഞ്ചുകുടി സ്വദേശി സതീഷാണ് മരിച്ചത്. അബദ്ധത്തിൽ പുഴയിൽ വീണ് അപകടം സംഭവിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം പുഴയിൽ നിന്നും കരക്കെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. മൂന്നാർ പോലീസ് സംഭവത്തിൽ തുടർ നടപടി സ്വീകരിച്ചു. ഇനി ഇടുക്കിയുടെ മനോഹര കാഴ്ചകളിലേക്ക്. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായി ഇടുക്കിയിൽ ഇനിയും സഞ്ചാരികൾ എത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. അതിലൊന്നാണ് കുടിയേറ്റ ഗ്രാമമായ രാജാക്കാട് കള്ളിമാലിയിലെ കുഴുപ്പിൽ കുത്തെന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം. പൊന്മുടി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന രാജാക്കാട് തോടിൽ കുരിശുംപടിക്ക് സമീപമാണ് ഈ മനോഹര വെള്ളച്ചാട്ടം. ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ച. മുകളിൽ നിന്നും താഴെ നിന്നും ഈ മനോഹാരിതയെ ആസ്വദിക്കാൻ കഴിയുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. പ്രദേശവാസികളല്ലാതെ ഇതുവരെ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഉൾഗ്രാമ ടൂറിസം വികസനം എന്ന കാഴ്ചപ്പാടിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കുഴുപ്പിൽ വെള്ളച്ചാട്ടത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ ഇടുക്കിയുടെ ടൂറിസത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൂറിസ്റ്റ് മേഖലയ്ക്ക് നല്ലൊരു സാധ്യതയുള്ള മേഖലയാണ്. ഈ കുട്ടനാട് വന്ന് കാണാനും വഴിയില്ലാത്ത കൂടുതൽ കള്ളിമല വരുന്നവർ വന്ന് കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ നല്ലൊരു വഴിവിട്ട് കൊടുത്ത് അവർക്ക് നല്ല ഇതിൻ്റെ സാധനങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് മേഖലയ്ക്ക് സാഹചര്യമാണ്. വെള്ളച്ചാട്ടത്തിന്റെ താഴ്വശത്ത് ഈറ്റക്കാടും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഒരു വനാന്തരീക്ഷവും ഇവിടെയുണ്ട്. 100 അടിയിലധികം ഉയരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ നടപ്പാതയും ചെറിയ രീതിയിലുള്ള മറ്റു സൗകര്യങ്ങളും ഒരുക്കിയാൽ ഇവിടം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറും. മാത്രവുമല്ല, നിലവിൽ കള്ളിമാലിയിലേക്ക് KSRTC സർവീസ് നടത്തുന്നതിനാൽ അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ 1 കിലോമീറ്റർ അടുത്തുള്ള ഇവിടേക്കും സഞ്ചാരികളെ എത്തിക്കാൻ സാധിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിലുള്ള രാജീവ് സ്മൃതി യാത്രയ്ക്ക് തുടക്കമായി. അണക്കരയിൽ നിന്നും ആരംഭിച്ച AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി നേതൃത്വം നൽകുന്ന സ്മൃതി യാത്രയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി PS സലീം നിർവഹിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പെരുമ്പത്തൂരിലേക്കാണ് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തിയുടെ നേതൃത്വത്തിലുള്ള രാജീവ് സ്മൃതി യാത്ര നടത്തുന്നത്. അണക്കരയിൽ നിന്നും ആരംഭിച്ച യാത്ര KPCC ജനറൽ സെക്രട്ടറി PM സലീം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ സ്വാതന്ത്ര്യ സമരം ലോകത്തിന് നൽകിയ
ആ മതിതമായ ദർശനങ്ങളുടെ കരുത്തമായിട്ടാണ് ഇന്ദിരാഗാന്ധി അന്ന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യം ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ട്. ഉദ്ഘാടന യോഗത്തിൽ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സിറിയക് തോമസ്, രാജാ മാട്ടുകാരൻ, ആന്റണി കുഴിക്കാട്ട്, വി മുരളി, KA എബ്രഹാം, PP റഹീം, ബിജു ഡാനിയൽ, ഷാജഹാൻ മഠത്തിൽ, PR അയ്യപ്പൻ, മുത്തുകുമാർ, ബാബു അത്തിമൂട്ടിൽ, അജി കീഴുവാറ്റ്, വക്കച്ചൻ തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ അണക്കര. ഇനിയൊരു ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്. കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന അടിമാലി പഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി വേണ്ടി അടച്ചുപൂട്ടിയിട്ട് 2 മാസം പിന്നിടുന്നു. ഇതോടെ നിർധന കുടുംബത്തിൽ നിന്നുള്ളവരുടെ മരണാനന്തര ചടങ്ങുകൾ ദുരിതമായി മാറുകയാണ്. ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അടിമാലിയിൽ നിന്ന് മാത്രമല്ല, അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങൾക്ക് മുമ്പ് അടച്ച പൊതുശ്മശാനം ഇനിയും പ്രവർത്തനക്ഷമമാക്കാത്തതാണ് ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. അടിമാലി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശാന്തി കവാടം പൊതുശ്മശാനം ഇതുവരെ തുറന്നു കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഇത് അടച്ചുപൂട്ടിയിട്ട് ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞു. യഥാസമയം ഈ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ UDF ഭരണസമിതി ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത്. 28 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 1 മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാമെന്നായിരുന്നു ശ്മശാനം അടയ്ക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നത്. ശ്മശാനത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ അടക്കം നവീകരണ ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ളത്. പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറന്നു പ്രവർത്തിക്കുന്നത് വൈകുന്നത് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതായി വരുന്ന കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട്. ഇതോടെയാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ശക്തമായിട്ടുള്ളത്.
സിറ്റി വിഷൻ അടിമാലി. ഉപ്പുതറയിൽ വീണ്ടും ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് കാലത്ത് സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിശപ്പ് രഹിത കേരളം എന്ന പദ്ധതിയിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉപ്പുതറയിൽ പ്രവർത്തിച്ചു വരുന്ന ജനകീയ ഹോട്ടൽ ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രവർത്തനം നിലച്ചിരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ റോസമ്മ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ബിന്ദു സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കൊമ്പിൽ, MJ വാവച്ചൻ, K കലേഷ് കുമാർ, ഷീല രാജൻ, മിനി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഏകദേശം 5 വർഷം പൂർത്തിയായി. നമുക്ക് ഇടയ്ക്കൊന്നും നിന്നുപോയെങ്കിലും വീണ്ടും അത് പുനഃസ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം നിലയിൽ ഇനിയും പുതിയ നല്ലൊരു രീതിയിൽ ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിമാലി ടൗണിൽ ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഡിവൈഡറുകൾ അപകട സാധ്യത ജനിപ്പിക്കുന്നു. റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലം പതിക്കാറായ സ്ഥിതിയിലാണ്. അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ടൗണിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന സെന്റർ ജംഗ്ഷൻ ഭാഗത്തും അടിമാലി കുമളി ദേശീയപാത കടന്ന് കല്ലാർകുട്ടി റോഡിലും ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. കാലപ്പഴക്കം ചെന്ന ഈ ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത്. ഇരുദിശകളിലേക്കും പോകുന്ന വാഹനങ്ങൾ വരി തെറ്റിച്ച് പോകാതിരിക്കാനായി കല്ലാർകുട്ടി റോഡിന് മധ്യഭാഗത്ത് കൂടി 1 അടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു മുകളിലാണ് ഇരുമ്പ് ഡിവൈഡർ ഉറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലം പതിക്കാറായ സ്ഥിതിയിലാണ്. അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിൽ നമ്മൾ റോഡിൻ്റെ നെടുഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന ഡിവൈഡറുകളെല്ലാം തുരുമ്പിച്ച് വളരെ ശോചനീയാവസ്ഥയിലേക്ക് മാറിയിരിക്കുക. പല ഡിവൈഡറുകളും ഒടിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആരൊക്കെ അതെടുത്ത് റോഡ് സൈഡിൽ തന്നെ ചാരി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു അപകടത്തിന് ടൂ വീലർക്കാർക്കും വലിയ വണ്ടികൾക്കും യാത്രക്കാർക്കൊക്കെ വലിയ അപകടത്തിന് കാരണമാണ്. അതൊന്നും നന്നാക്കി അടിമാലിയുടെ പ്രധാനപ്പെട്ട വാഹനങ്ങൾ. ശക്തമായ കാറ്റ് വീശിയാൽ നിലം പതിക്കാവുന്ന വിധം ചുവട് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്ന ഡിവൈഡർ ഭാഗങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന പരാതി ഉയരുന്നു. നാളുകൾക്ക് മുമ്പ് ഈ വിധം ചില ഡിവൈഡറുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ഇരുചക്രവാഹന യാത്രികരുടെ ദേഹത്ത് അവ പതിച്ചാൽ അപകടത്തിന് വഴിയൊരുക്കും. കല്ലാർകുട്ടി റോഡിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്തവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ അടിമാലി. രാജാക്കാടിലെ ആദ്യകാല കുടിയേറ്റ കർഷക ദമ്പതികളുടെ വിവാഹ സപ്തതി ആഘോഷമാക്കി ഒരു നാട്. രാജാക്കാട് മുല്ലക്കാനം കൊച്ചുപുരയ്ക്കൽ ജോസഫ് ചിന്നമ്മ ദമ്പതികളുടെ 70-ാം വിവാഹ വാർഷികമാണ് കുടുംബസംഗമവും സംഘടിപ്പിച്ച് വിപുലമായി ആഘോഷിച്ചത്. തെരുവമേടും ചതുപ്പ് നിലങ്ങളും മാത്രമുണ്ടായിരുന്ന മലമുകളിലേക്ക് കുടിയേറിയ ആദ്യകാല കുടുംബങ്ങളിലൊന്നാണ് കൊച്ചുപുരയ്ക്കൽ ജോസഫ് ചിന്നമ്മ ദമ്പതികളുടെ. പിന്നീട് ഈ നാടിനുണ്ടായ വികസനങ്ങളൊക്കെ ഇവരടക്കമുള്ള കുടിയേറ്റ കുടുംബങ്ങളുടെ കഷ്ടപ്പാടിന്റെ കൂടി ഫലമാണ്. അതുകൊണ്ട് തന്നെ വിവാഹ സപ്തതി ആഘോഷമാക്കി മാറ്റിയതും. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ ഫാദർ ജിബി തെക്കേമുറി MSTയുടെ നേതൃത്വത്തിൽ നടന്ന കൃതജ്ഞതാ ബലിയർപ്പണത്തിന് ശേഷം ഭവനത്തിൽ കേക്ക് മുറിക്കലും അനുമോദന സമ്മേളനവും നടത്തി. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമ്മളോരോരുത്തരും കുടുംബജീവിതം നയിക്കുന്നതാണ് ആ ജീവിതത്തിലെ ഒരു താളത്തിലേക്ക് അതിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പ്രിയ സഹോദരന്റെ കുടുംബജീവിതം വിജയകരമായി തീരുന്നത്. നമുക്കറിയാം ആ താളങ്ങൾ പഠിക്കണമെങ്കിലും 18 സാൻജോ കോളേജ് മാനേജർ ഫാദർ ജോബിൻ പേണാട്ടുകുന്നിൽ, SH കോൺഗ്രിഗേഷൻ വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ടെസി വടക്കേ, R ബാലൻപിള്ള, അഡ്വക്കേറ്റ് സേനാപതി വേണു, KS അരുൺ, MB ജോസ്, ജോഷി കന്യാക്കുഴി, YMCA പ്രസിഡന്റ് ബെന്നി പാലക്കാട്, ട്രഷറർ ദേവസ്യ പൂവക്കാട്, സിസ്റ്റർ ട്രീസ മേരി, ബാബു കൊച്ചുപുര എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി. സിറ്റി വിഷൻ രാജാക്കാട്. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കും ചുമതലയുള്ള അധ്യാപകനും ജില്ലാ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശീലകൻ മുഹമ്മദ് ജാഫർ ക്ലാസുകൾ നയിച്ചു.
ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇടുക്കി ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഇടുക്കി സർക്കിൾ പരിധിയിൽ വരുന്നതും കട്ടപ്പന AEO പരിധിയിൽ വരുന്നതുമായ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാചക തൊഴിലാളികൾക്കും അധ്യാപകർക്കുമായിട്ടാണ് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശീലകൻ മുഹമ്മദ് ജാഫർ ക്ലാസുകൾ നയിച്ചു. സംബന്ധിച്ച് ഇങ്ങനത്തെ ക്യാപ്പാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, മുടി മറയണമെന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് പ്രത്യേകം കേൾക്കട്ടോ. അതിൽ പല ആൾക്കാരും ക്യാപ്പ് ഇട്ടോ, പല സ്ത്രീകളും ഞാൻ കാണുന്നതാ ഇങ്ങനെ ഇങ്ങനെ. ചില ആൾക്കാർ പിന്നെ പല സ്ഥലത്ത് ഈ സാധനം ഉണ്ട്. എന്തിനാണെന്നറിയോ? വരുമ്പോഴാണ്. കട്ടപ്പന ഉപജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കുമാണ് പരിശീലനം നൽകിയത്. ഇടുക്കി ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സ്നേഹ വിജയൻ, VS സുനിൽ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാന്തൻപാറയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പള്ളിക്കുന്നിൽ തനിക്കോടിയിൽ ജോൺസനാണ് റിമാൻഡിലായത്. അപകടക്കെണിയായി പെരിയാറിലെ ചതിക്കുഴികൾ കവർന്നെടുത്തത് നിരവധി ജീവനുകൾ. വിനോദസഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കൊമ്പൊടിഞ്ഞാലിൽ 4 കുടുംബം വെന്തുമരിച്ചതിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പൊതുപ്രവർത്തകർ. മഴക്കാലം അടുത്തെത്തിയിട്ടും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയില്ല. പൊന്മുടിയിലേക്കുള്ള വഴിയിൽ മൺതിട്ടകൾക്ക് മുകളിൽ നിലം പൊത്താറായി നിരവധി തേക്കുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.